ലെറ്റ്സ് വെൽക്കം വിനോദ് ചേട്ടൻ. ചേട്ടാ വെൽക്കം. പറയൂ വിനോദ് ചേട്ടാ, വിനോദ് ചേട്ടനെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. വിനോദ് കണിമംഗലത്തുനിന്ന് അറിയാം. ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നത്. അത് അച്ഛനായിട്ടൊക്കെ തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ വയസ്സ് 18ആയപ്പോ തന്നെ ആ ജോലിയിലേക്ക് തന്നെ കണ്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ നല്ല ക്ഷമയുള്ള ആളാണ്, അങ്ങനെയും പറയാം. ഡ്രൈവിംഗ് സ്കൂളിലെ പേരെന്താണ്? ഇന്ത്യൻ എന്നാണ്. ഇന്ത്യൻ. തൃശ്ശൂർ പഴയ സ്കൂളാണ്. ഒരു 75 തൊട്ടുണ്ട്. കണിമംഗലം തന്നെയാണോ അത്? ആ കുറുക്കഞ്ചേരി കണിമംഗലം. ഏകദേശം എത്ര വരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് കാണും? അങ്ങനെ ഒരു ചിത്രമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 91 തൊട്ട് തന്നെ ഉണ്ട്. 91 മുതല്. അപ്പൊ ഒരു വിശ്വസ സ്ഥാപനമാണല്ലേ? അതെ. പിന്നെ ഒരു കുടുംബമൊക്കെ ആയിട്ടാണ്. അതായത് അച്ഛനമ്മ അനിയൻ ചേട്ടൻ എല്ലാവരും ഇതിൽ തന്നെ. അതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ടേണിങ് ശരിക്കും അങ്ങനെ നമുക്കൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്നത് ഒരു ആ കോവിഡ് ടൈമിലൊക്കെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പാടുന്ന പോലെ മൂളിപ്പാട്ടൊക്കെ പാടി പോയിരിക്കും. ഒരു 6 മാസത്തോളം ഒരു തൊഴിലില്ലാണ്ടിരിക്കേണ്ടി വന്നു. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർ മേക്കർ പോലത്തെ ആപ്പിലൊക്കെ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പാടി അങ്ങനെയാണ് പോയത്. അല്ല, അങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വേദിയിലേക്ക് വന്നു ആ ഒരു സമയത്ത്. ബാക്കി വിശേഷം നമുക്ക് മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് അങ്ങോട്ടാകാം. ഏതാണ് ആദ്യത്തെ പാട്ട്? ചന്ദന മണിവാതിൽ. പൊളിക്കും. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ, നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ, മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദക മൗനങ്ങൾ നമ്മളല്ലേ. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ?
മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാൽ കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോരാലോലം ആനന്ദനൃത്തമാർന്നു ആലോലം ആനന്ദനൃത്തമാർന്നു മുഖപടം തെല്ലൊതുക്കി കല്യാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ നല്ല സെലക്ഷൻ ആണ് പാട്ടിന്റെ. വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. നല്ല സോളാണ്. ഭയങ്കര ഹെവി, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെവിയാണ് ഈ പാട്ട്. പക്ഷെ എങ്ങനെയും പാടാൻ സാധിക്കും. ഇഷ്ടമുള്ളതുകൊണ്ട് സ്നേഹിച്ചാണ് പാടുന്നത്. അതെ 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 അതെ. അതാണ് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. ഇതിനി സീരിയസ് ആയിട്ട് എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം. അതെ, എന്തായാലും ആഗ്രഹമുണ്ട്, വന്നാ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആവട്ടെ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതെ. അടുത്ത പാട്ട് ഏതാണ്? ഇതൊരു പഴയ പാട്ടാണ്. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു,
മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ട് കുവലയ പൂക്കൾ വിടുന്നു, കുയിലിൻ്റെ മണിനാദം കേട്ടു. മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി, ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു, ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു, കുയിലിൻ്റെ മണിനാദം കേട്ടു.